ബീ കീപ്പർ ജേസൺ സ്റ്റാത്തത്തിൻ്റെ ഒരു അടിപൊളി ആക്ഷൻ മൂവി. ഇതിനു മുമ്പ് എക്സ്പാൻഡബിൾസിൻ്റെ അവസാനത്തെ ആ ഒരു സിനിമയാണ് ജേസൺ സ്റ്റാത്തത്തിൻ്റെ വന്നത്. അതൊരു ബിലോ ആവറേജ് സിനിമയായിരുന്നു, കണ്ടവർക്കാർക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബീ കീപ്പറിൻ്റെ ട്രെയിലർ വരുന്നു. ട്രെയിലർ കണ്ട സമയത്ത് തന്നെ ഒരു കിടിലൻ ആക്ഷൻ സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. തിയേറ്ററിൽ പോയി കാണാനായിട്ട് ആക്ച്വലി ഇവിടെ തിയേറ്റർ റിലീസില്ലായിരുന്നു. അതായത് കേരളത്തിലില്ലെന്നല്ല, ഞാൻ ഇന്ന് വീടിൻ്റെ അവിടെ എങ്ങും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് തിയേറ്ററിൽ പോയി കാണാനത്. അപ്പം OTT വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ OTT വന്നിട്ട് കാണാം. ആ ഒരു എന്താണ് ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല സിനിമയാണെന്ന് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം OTT വന്ന് കാണുന്നു. ഒരു അടിപൊളി എക്സ്പീരിയൻസ്. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ജേസൺ സ്റ്റാത്തത്തിനെ നമ്മൾ ട്രാൻസ്പോർട്ടർ സീരീസിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു കിടിലൻ സോളോ പെർഫോമൻസ്. അതായത് ഒറ്റയ്ക്ക് പോകുന്നു, ചെറപറ അടി വെടി. അതാണ് ഇത്. ബേസിക് സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഡം ക്ലേ എന്ന് പറയുന്ന ഒരു ബീ കീപ്പർ. യൂഷ്വലി ഈ സിനിമ തുടങ്ങുന്നത് എങ്ങനെയാണ്, ഒരു പാവം ഒരു ബീ കീപ്പർ തേനീച്ചകളെയൊക്കെ വളർത്തി ജീവിക്കുന്നു. അപ്പം ഇതിൻ്റെ നെയ്ബറായിട്ടുള്ളൊരു വയസ്സായ സ്ത്രീയുണ്ട്. അവരാണ് ഈ ഒരു ആഡം ക്ലേ കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവരൊരു ഇൻ്റർനെറ്റ് സ്കാമിനകത്ത് അകപ്പെടുന്നു. അവരുടെ ഫുൾ സേവിങ്സും ഒരു ഇൻ്റർനെറ്റ് സ്കാമിന് ഒരു വലിയ കമ്പനി അടിച്ചുകൊണ്ട് പോകുന്നു. ഫുൾ സേവിങ്സ് അടിച്ചുകൊണ്ട് പോകുന്നു. അവർ സൂയിസൈഡ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സൂയിസൈഡ് ചെയ്യുന്നത് എന്താണ് സൂയിസൈഡ് ചെയ്യുന്നത്, അവരുടെ മകൾ ഒരു FBI ഏജൻ്റാണ്. അവർ വന്നിട്ടാണ് മനസ്സിലാക്കുന്നത് സ്കാമിലകപ്പെട്ടതാണെന്ന്. അത് ആഡം ക്ലേയോട് പറയുന്നു. അപ്പോൾ ആഡം ക്ലേ പറഞ്ഞു, ഓക്കെ, എനിക്കെൻ്റെ ഹൈവ്സൊക്കെ നോക്കാൻ സമയം, എനിക്കെൻ്റെ BL നോക്കണം എന്ന് പറഞ്ഞ് പോകുന്നു. ആഡം ക്ലേ നേരെ ഈ ഒരു കമ്പനി കണ്ടുപിടിക്കുന്നു. അവിടെ ചെല്ലുന്നു. അതായത് ആദ്യത്തെ ചെറിയ കമ്പനിയാണല്ലോ, അവിടെ ചെല്ലുന്നു. അതിലൊരു ബ്രാഞ്ചിലേ ഇല്ലുന്നു. എല്ലായിടത്തും ഇറക്കി വിടുന്നു. കമ്പനി മൊത്തത്തിൽ കത്തിച്ച് കളയുന്നു. അപ്പം ഓൾറെഡി വലിയ ഹയർ മാനേജ്മെൻറ്റിൽ അത് വിഷയമാവുന്നു. ആഡം ക്ലേ തീർക്കാനായിട്ട് അവർ പോകുന്നു. അപ്പോൾ അറിയാൻ ഇത് ബീ കീപ്പർ എന്താണെന്നുള്ളത് അന്നേരമാണ് അറിയുന്നത്. ബീ കീപ്പർ ആരാണ് എന്നുള്ളത്. അതായത് സോഷ്യലി വല്ല ഇൻജസ്റ്റിസ് വരുന്ന സമയത്ത് അത് ബാലൻസ് ചെയ്യാനായിട്ട് ബീ കീപ്പർ വരുന്നു. അതെല്ലാം ടേക്കൺ കെയർ ഓഫ് ചെയ്യുന്ന ഒരാളാണ് ബീ കീപ്പർ. അതൊരു വലിയ ഒരു പൊസിഷനാണ് ബീ കീപ്പർ എന്നുള്ളത്. അപ്പം ആഡം ക്ലേ എന്ന് പറയുന്ന ബീ കീപ്പർ ഓൾറെഡി റിട്ടയർ ആയതാണ്. ഇതൊരു പേഴ്സണൽ റിവെഞ്ച് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കുന്നത്, ഈ ഒരു സാധനങ്ങളെല്ലാം പോയി ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ആ ഒരു ബേസ് സാധനങ്ങൾ കണ്ടുപിടിച്ച് പോകുന്നു. ഇതെവിടെയാണ്, അതായത് ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് നിൽക്കുന്ന ആ ഒരു ആളുടെ മകനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അറിയുന്നു. പിന്നെ അങ്ങോട്ട് വെടിയോട് വെടിയാണ്. അതായത് ഓരോരുത്തർത്ത് ചെല്ലുന്നു, വെടിവെക്കുന്നു, കൊല്ലുന്നു, കണ്ടുപിടിക്കുന്നു, ചെല്ലുന്നു. അവസാനം ഒരു ക്ലൈമാക്സിലൊക്കെ നമ്മൾ ശരിക്കും പറയും, ഇത്രയും സെക്യൂരിറ്റി ഉള്ളിടത്ത് എങ്ങനെ ഈ ഒരു ബീ കീപ്പർ ചെന്നിട്ട് ഇത് എക്സിക്യൂഷൻ നടത്തും എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ സിമ്പിളായിട്ട് ആഡം ക്ലേക്ക് എന്താണ് ഇതൊക്കെ മറ്റേ നിസ്സാരം, മറ്റേ ജോൺ വിക്കിൻ്റെ കാര്യം പറയുന്നത്, ഇതൊക്കെ നിസ്സാരം എന്ന് പറഞ്ഞിട്ട് നൈസായി ചെന്നിട്ട് അവരെ കൊല്ലുന്നു. നൈസായിട്ടെല്ലാം സെറ്റ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. നമ്മൾ യൂഷ്വലി കാണാറുള്ള ആ ഒരു കുറേ സിനിമകൾ, നമ്മളിങ്ങനത്തെ ബീ കീപ്പർ പോലത്തെ സിനിമകളുണ്ട്. അതായത് ഒരു ഏജൻ്റായിട്ടല്ല സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുന്നു, റിട്ടയർ ആവുന്നു, അടുത്ത ഫ്രണ്ട്സിനെയോ ഫാമിലിയോ എന്തെങ്കിലും ആരെങ്കിലും തൊടാൻ വരുന്നു, പിന്നെ ചടപട അടിയാണ്. ആ സെയിം സാധനമാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ ജേസൺ സ്റ്റാത്തം ഉണ്ട് എന്നുള്ളത്, പുള്ളിയുടെ പെർഫോമൻസുമാണ് ഈ ഒരു സിനിമയെ ഭയങ്കര രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വേറെ ആരെങ്കിലും കാണിച്ചാൽ നമ്മൾ ഇതാരും ഇതെങ്ങനെ കാണിക്കാനാണ്. പക്ഷേ ജേസൺ സ്റ്റാത്തം കാണിക്കുന്ന സമയത്ത് ഇത് ജേസൺ സ്റ്റാത്തമാണ് കാണിക്കുന്നതെന്നൊരു ഫീൽ വരുമല്ലോ. അത് ജേസൺ സ്റ്റാത്തത്തിൻ്റെ സിനിമകൾ കണ്ടു വളർന്ന ഒരാൾക്ക് പുള്ളിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ പെർഫോമൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ എന്തായാലും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിത് കണ്ട സമയത്ത്, സമയമില്ലാതെ ഇരുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. എന്നാൽ ഇത് നിർത്തി വെച്ചിട്ട് പോയിട്ട് വേറെ കുറച്ച് പരിപാടി ഉണ്ടാകും, ചെയ്യാമെന്നൊന്നും വിചാരിച്ചില്ല. ഇത് കണ്ടു തീർത്തിട്ട് അതെന്തായാലും ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ ഇത് ഇരുന്നൊറ്റ സ്ട്രെച്ചിൽ എനിക്ക് കാണണം, ആ ഒരു സാധനം ഫുൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ഒരു സിനിമ കണ്ടത്. ഒരു 1.25 മണിക്കൂർ, 1 മണിക്കൂർ 40 മിനിറ്റുള്ള സിനിമയാണ്. പക്ഷേ എങ്ങോട്ട് തീരുന്നു എന്നറിയത്തില്ല. ആദ്യത്തെ ഒരു 15 മിനിറ്റ്, ഒരു 10 മിനിറ്റ് തുടക്കം മാത്രമാണ് ഇതിനകത്ത് തോക്കില്ലാത്തത്. പിന്നെ അങ്ങോട്ട് വെടിയോട് വെടിയടിയാണ്. പുള്ളിയുടെ പെർഫോമൻസ് ഈസ് ഹൈലി ബ്രില്യൻ്റ് ആൻഡ് ഹൈലി ഫ്ലെക്സിബിൾ ആൻഡ് ഫെൻറ്റാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ആൻഡ് ബൊംബാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി പെർഫോമൻസാണ് ജേസൺ സ്റ്റാത്തത്തിൻ്റെ. എക്സ്പാൻഡബിൾസ് കണ്ട സമയത്ത് ഇതെന്താണ് ആ ഒരു ജേസൺ സ്റ്റാത്തത്തെയൊക്കെ വിട്ടുപോയി, പുള്ളിയുടെ ആ ഒരു പഴയ ഒരു പെർഫോമൻസൊക്കെ പോയെന്ന് വിചാരിച്ചാണ്. പക്ഷേ എങ്ങും പോയിട്ടില്ല. എത്ര വയസ്സായാലും പുള്ളിയുടെ പെർഫോമൻസ് ചെയ്യും ഈ ഒരു സിനിമയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ആക്ഷൻ സിനിമയാണ് ബീ കീപ്പർ.